ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. മുബീന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഇന്നലെയാണ് ഇവർ ആക്ച്വലി ഇവരുടെ വീഡിയോ കാണുന്നത്. എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ ഇവരുടെ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടില്ല. ഇന്നലെ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഞാനൊരു ചിരി തോന്നിയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെയാണ്. ഞാൻ ശശികലയെ പോലുള്ള ആൾക്കാർക്കെതിരെ വീഡിയോ സംസാരിച്ചിട്ടുണ്ട്. അറിയാമല്ലോ, വർഗീയത നാട് മൊത്തം, അങ്ങനെ മുസ്ലിംസിനെ ഏതൊക്കെ രീതിയിൽ കുറ്റപ്പെടുത്താവോ ആ രീതിയിലെല്ലാം കുറ്റപ്പെടുത്തുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ശശികല, VK ബൈജു, അങ്ങനെയുള്ളവർക്ക് എതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരാളോട് കാര്യം ഞാൻ സംസാരിക്കും. എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഈ മേഡത്തിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ കൊച്ച് എങ്ങനെ വേണമെങ്കിലും ഡാൻസ് കളിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ ഇപ്പം തട്ടത്തിൻ്റെ കാര്യം പറയുന്നത്? കാലം മാറി വരുവാണ്. പെൺകുട്ടികൾ ഇപ്പോൾ ഇറങ്ങി എഴുന്നിട്ട് ഡാൻസ് കളിച്ചെന്നും പറഞ്ഞിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനായി സോഷ്യൽ മീഡിയ വരുന്നത്? ഞാൻ നോക്കുമ്പോൾ 4 വർഷം മുമ്പ് ഇവർ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടാണ്. ജാസ്മിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ, ബിഗ് ബോസിൽ വന്നേ. ജാസ്മിൻ അറിയാലോ, അത്യാവശ്യം ബോഡി ബിൽഡൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ജാസ്മിൻ. റോബിൻ രാധാകൃഷ്ണൻ്റെ സീസണുള്ള. അപ്പോൾ അവരുടെ വിഷയത്തിലല്ല ഇവർ കയറി ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഒരു കൊച്ചു കിടക്കുന്ന ഡാൻസ് കളിക്കുന്നത്, അതാണ് ഇപ്പോൾ പുള്ളിക്കാരുടെ വിഷയം കാര്യങ്ങളൊക്കെ. എന്തായാലും സോഷ്യൽ മീഡിയ നല്ല രീതി കമൻറ്റ് ബോക്സ് ചേച്ചി അങ്ങ് തൂത്തുവാരി എന്ന് വേണമെങ്കിൽ അങ്ങ് പറയാം. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല, ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും പറയാതെ ഇങ്ങനെ അങ്ങ് വിട്ടുപോയതാണ്. സാധാരണ ആണെങ്കിൽ നല്ല രീതി വല്ലതൊക്കെ പറഞ്ഞാൽ. ഇവിടെ വർഗീയത പറഞ്ഞ് നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു മുസ്ലിംസിൻ്റെ കൂട്ടത്തിലും ഇങ്ങനെയും ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അതും പുള്ളിക്കാരി ഇതിൻ്റെ അപ്പുറം റീലും അതും ഇതും ഡാൻസും ഒക്കെ കളിച്ച് നടന്നൊരു ടീമാണ് ഇപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത്. അതിനേക്കാളും വലിയൊരു കോമഡി. ഓക്കെ, എന്തായാലും ആ കുട്ടീൻ്റെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇവിടെ സൈഡിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടേക്കാം. ആ കുട്ടിയുടെ വീഡിയോ നല്ലൊരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ. ഇതാണ് ആ വീഡിയോ. ഈ ഒരു വീഡിയോ ആണ്. ഞാനത് സൗണ്ട് കുറച്ചിട്ട് നിങ്ങളൊന്ന് കേൾക്കാം. ആരും സ്കിപ്പ് ചെയ്യല്ലേ. കണ്ടോ, ഈ ഒരു പെൺകുട്ടി ഈ ഒരു തട്ട വിട്ട് ഡാൻസ് കളിച്ചാണ് ഇപ്പോൾ ഇത്രയും വലിയ വിഷയമായിട്ടിരിക്കുന്നത്. അതിങ്ങനെ ചർച്ച ചെയ്യുന്നതിന് എത്ര ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടെന്നറിയാവോ? എത്ര ആൾക്കാർ? നിങ്ങൾ പറ, എന്താ ആ വീഡിയോയ്ക്ക് ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവിടെ ചേച്ചിക്കോ അനിയത്തിക്കോ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും കുഴപ്പമില്ല. പിന്നെന്താണ് ഇവർക്ക് ഇത്ര കുഴപ്പം? കാലം മാറി വരും. അത് 2026 അങ്ങനെയാണെങ്കിൽ നിങ്ങളും ശശികലയും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ അത് ആലോചിച്ച് പോകുന്നത്. ഇത് അതിനേക്കാളും ചീപ്പായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഇത് എന്തോ ആയിക്കോട്ടെ, പല അഭിപ്രായങ്ങളും കാണുമായിരിക്കാം. എനിക്ക് ഖുർആനെക്കുറിച്ചോ കാര്യങ്ങളോ ഒന്നും വലിയ വ്യക്തതയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ള കാര്യം ഞാൻ തുറന്നത്, കുറേയൊക്കെ ഞാൻ വായിച്ചു നോക്കാറൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാനും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ എന്ത് മെസ്സേജ് ഇവിടെ കൊടുക്കുന്നത്? നിങ്ങൾ ഇതൊക്കെ കാണിച്ചിട്ട് അതിനെ ഉപദേശിക്കാൻ വരുന്നുണ്ട്. എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ആ കുട്ടിക്ക് ഡാൻസ് മാത്രമല്ല, അത്യാവശ്യം പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്. നല്ലൊരു ഇത്. ഞാൻ ആ പാട്ടോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വെക്കുന്നില്ല. ഇനിയിപ്പോൾ അതുപോലെ കോപ്പിറൈറ്റോ വല്ല വിഷയങ്ങളൊക്കെ. ഓക്കെ, ഞാനത് ആദ്യം ചെയ്ത് ഇൻസ്റ്റാൾ എൻ്റെ വീഡിയോ. അപ്പം മേഡത്തിൻ്റെ ഫുൾ വീഡിയോ ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് തന്നെ പറയണം. ഞാൻ ബാക്കി പറയാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ഡാൻസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. എനിക്ക് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇന്ന് മുസ്ലിംസിനെ കൂടുതലും കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, വർഗീയത വിളിച്ച് വെതറുന്ന കുറേ ആൾക്കാർ, അവർക്കെതിരെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് സംസാരിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല? ജാതിയുടെയും മതത്തിൻ്റെയും പേരും പറഞ്ഞ് എന്തൊക്കെ വിഷയം വന്നാലും മുസ്ലിംസിൻ്റെ നെഞ്ചത്തോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെതിരെ ആദ്യം സംസാരിക്കും. ഒരു പെണ്ണ് തട്ട വിട്ട് ഡാൻസ് കളിച്ചെന്നും പറഞ്ഞിട്ട് അത് വലിയ വിവാദമാക്കേണ്ട അല്ലെങ്കിൽ വലിയ സംഭവമാക്കേണ്ട ഒരു കാര്യമില്ല. ഉള്ളത് തുറന്നു പറയാമല്ലോ, ഒരു സംഭവമാക്കേണ്ട ആവശ്യമില്ല. ഇത് പിന്നെ ഒരു കാര്യം, നിങ്ങളും വീഡിയോ എടുത്ത് ചെയ്യുന്നതാണ്, ഞാനും എടുത്ത് ചെയ്യുന്നത്. ഇത് സ്ട്രൈക്ക് അടിച്ചാൽ ഞാൻ ഈ വീഡിയോ തിരിച്ചെടുക്കും. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. അത് എന്താ പറയണ്ടേ, നട്ടലുള്ളവർക്ക് ചെയ്യുന്ന പരിപാടിയല്ല. കാരണം പണ്ടത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് സ്ട്രൈക്ക് കൊടുപ്പാ ചേച്ചിയുടെ പരിപാടി. ഓക്കെ ചേച്ചി, എന്തായാലും ബാക്കി പറ. നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡിൽ കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? പിന്നെ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? യെസ്, ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. അപ്പൊ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
അതുകൊണ്ടാവാം പലരും വിമർശിച്ചത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളും അത് പാലിക്കണം. നിങ്ങളും അത് പാലിക്കണം. ഹിജാബ് ചെയ്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റീൽ ചെയ്യാൻ പാടില്ല. റീൽ ചെയ്യാൻ മാത്രമല്ല, ഞാൻ ഇവരുടെ കുറച്ച് വീഡിയോസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കുറേയൊക്കെ എടുത്ത് ഷോർട്ടായിട്ട് വെച്ചാണ്. വെറുതെ ഇങ്ങനെ ഇട്ട് സംസാരിച്ച് വെറുതെ ആൾക്കാരെ ബോറടിപ്പിക്കേണ്ട. അതേണ്ട, ഞാൻ ഇനി ഒന്ന് വെച്ച് തരാം. എനിക്ക് ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, കണ്ടില്ലേ? 4 സീറ്റ് ഡൈനിങ് ടേബിളിന്റെ പ്രൈസ് എത്രയെന്നറിയോ? ജസ്റ്റ് 399. കുട്ടികൾക്ക് ചാടി വേണ്ടേ, ഹിജാബൊക്കെ ഇട്ടുണ്ടാണോ കൊച്ചേച്ചി കട്ടിലോട്ടൊക്കെ എടുത്ത് ചാടുന്നത്? അതൊരു റീൽ എടുക്കുമല്ലേ? ഇങ്ങനെയൊക്കെ ചാടി കളിക്കാൻ പറ്റുമോ? അതൊക്കെ മോശമല്ലേ? കളിക്കാൻ പറ്റിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് വേണ്ടേ അടുത്ത സ്റ്റെപ്പ് ഫൺ ആൻഡ് എൻജോയ്മെന്റ് ആണ് ഈ ഒരു സ്പോട്ടിലുള്ളത്. സെൻഫോർ മ്യൂസിക്. അതിനൊന്നും ഒരു കുഴപ്പമില്ല ഹിജാബ് ഇട്ടോണ്ട്. ഓക്കെ, ഇനി ഹിജാബ് ഇട്ടോണ്ട് വേണ്ട കാണിക്കുന്നത് കണ്ടില്ലേ? കാർട്ടൂണാ ഹിജാബൊക്കെ ഇട്ടിട്ട് സ്വന്തം ഫേസ് ഒക്കെ, അത് മോശമല്ലേ ചേച്ചി? വേണ്ടേ ഹിജാബൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ ചേച്ചി? ഇതൊക്കെ തെറ്റല്ലേ? കണ്ട ഹിജാബൊക്കെ ഇട്ടിട്ട് മീനെ പിടിക്കുന്നു, അതൊക്കെ മോശമല്ലേ ചേച്ചി? ഇനി അടുത്ത ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചേച്ചിയുടെ വെറൈറ്റി സ്റ്റെപ്സ് ആണേ. കണ്ടല്ലോ, ഇതിനൊന്നും ഒരു കുറവുമില്ല. കാണിക്കുന്നൊക്കെ കാണും നിങ്ങൾ, കാണു. എല്ലാവരും ഉപദേശിക്കും. ആദ്യം സ്വയം നന്നായിട്ട് വേണമെങ്കിൽ വന്ന് ഉപദേശിക്കും. കുറച്ചും കൂടെ അന്തസ്സുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. സ്വയം നന്നാകുക, എന്നിട്ട് ബാക്കിയുള്ളവരെ ഉപദേശിച്ചാൽ കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത്. പുച്ഛം. ഇത്ര നാൾ എവിടെ ആയിരുന്നു? ഞാൻ കണ്ടായിരുന്നെങ്കിൽ എന്താ ഞാൻ തൂക്കിയാനെ? നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊരു തരിയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യം തോന്നുവാണെങ്കിൽ അത് ഒഴിവാക്കുക. ആണല്ലോ, ഇന്ന് കേരളത്തിലെ അല്ല, ഇന്ന് എവിടൊക്കെ ആൾക്കാരുണ്ടോ, ഇത് ഹിന്ദിക്കാരവരെ എടുത്തോണ്ട് പോയിട്ടോ, അവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ആ ഒരു റീല്. അതുകൊണ്ട് ഇനി അമ്മാതിരി സാധനം നിങ്ങൾ മേലെ ഇട്ടുപോരും. നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അറിയാതെ പറയുന്നത് ചിലപ്പോൾ മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാം. ഓർമ്മ വേണം ഇതൊക്കെ. ആൾക്കാർക്ക് ഉപദേശം കൊടുക്കാൻ. എന്റെ അമ്മോ, ഉപദേശവും ബാക്കി ഞാൻ പറയുന്നില്ല. ഊഹിച്ചെടുത്തോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തോ. അത് മാക്സിമം ഒഴിവാക്കുക. യെസ്, പിന്നെ ഈ അഭിപ്രായം പറഞ്ഞൊക്കെ വീഡിയോ ചെയ്യുന്നവരുമായിട്ടുള്ള കൊളാബറേഷൻസ് അതും ഒഴിവാക്കുക. ഇതൊക്കെ ആദ്യം സ്വയം നന്നാ കേട്ടാ. വേറൊരു വ്യക്തിനെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. ട്രിഗർ ആയി കഴിയുമ്പോൾ അവർ നമുക്കെതിരെ ഓരോന്ന് പറയും. നമ്മുടെ ഉള്ള മനസ്സമാധാനം കൂടി ഇല്ലാതാക്കും. തീർച്ചയായിട്ടും ചേച്ചിയുടെ ഇപ്പൊ പോയി കാണുമെന്ന് എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോകും. സോഷ്യൽ മീഡിയ ഇസ് വെരി ഡേഞ്ചറസ്. യെസ്, ഓഫ് കോഴ്സ്, വെരി ഡേഞ്ചറസ്. ഇപ്പോൾ നെഗറ്റീവ് ആയിരുന്ന ഒരു വ്യക്തി ഇപ്പൊ പോസിറ്റീവിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെ? ഇതേപോലെ പോസിറ്റീവ് ആയിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നെഗറ്റീവിലേക്ക് പോകാം. അതിന് വെറും സെക്കൻഡ്സ് മതി, വെറും ഒരു വീഡിയോ മാത്രം മതി. അത്രേ ഉള്ളൂ. ആ ഒരു ബോധം ഉള്ളത് നല്ലതാ. ചുമ്മാ അല്ല നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഓരോരുത്തന്മാരുടെ അടുത്തോട്ട് പോയത് എടുത്തിട്ട് അലക്കുന്നത്. വേണ്ട, വേറൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. അതിനെ പേടിക്കണം, അവിടുത്തെ ശിക്ഷയെ പേടിക്കണം, അല്ലാതെ ഈ വസ്ത്രത്തെ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇരുട്ടോണ്ട് രാത്രി ഒറ്റപ്പെട്ട സ്ഥലത്ത് എവിടെയും കാണുവാണെങ്കിൽ പേടിക്കും. അല്ല, നമ്മൾ മനുഷ്യ നമ്മൾ ആദ്യമായിട്ടല്ലേ പരലോകത്ത് പോകുന്നത്, ശരീരം കൊണ്ടുപോകും. എന്റെ പൊന്നു സഹോദര, പറയുന്നോണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. നിങ്ങൾ ഈ ഹൊറർ മൂവീസ് കണ്ട് ഈ വസ്ത്രം എന്നല്ല, ഏത് വസ്ത്രം ധരിച്ച ആളെയും പാതിരാത്രി കണ്ടു കഴിഞ്ഞാലേ പേടിക്കും, ഉറപ്പായിട്ട് പേടിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പ്രശ്നം എന്റെ ഹിമാറിനല്ല, നിങ്ങളുടെ പേടിയാണ്. മനസ്സിലാക്കൂ പ്ലീസ്. പിന്നെ മരണശേഷം ആവിയായി പോകുമോ എന്ന്, യു മീൻ ആത്മാവ്, സ്പിരിറ്റ്? അത് ഓരോരുത്തരുടെയും വിശ്വാസമാണ് അല്ലേ? അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അറിയാമെങ്കിൽ പറയണം. കാരണം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇവിടുത്തെ കേരളത്തിലെ മലയാളികൾക്ക് പറ്റും എന്നുള്ള ഒരു ഒറ്റ പേടി കൊണ്ടാണ് ചേച്ചി അതിനെക്കുറിച്ച് ഒന്നും പറയാത്തത്. ഉള്ള കാര്യം പറയാമല്ലോ. പുള്ളി ശരിക്കും പല ആൾക്കാരെയും പേടിക്കുന്നുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. ഈ കാണുന്ന ഈ ഉപദേശം മാത്രമേ ഉള്ളൂ. തിരിച്ചിങ്ങോട്ട് കിട്ടിയാൽ കൊടുക്കാൻ ഇച്ചിരി പേടിക്കുന്നുണ്ട്. ഇനി ഇസ്ലാമിൽ നമ്മൾ വിശ്വസിക്കുന്നത് ആവിയായി പോകും, പിന്നെ അതിന്റെ ഗോസ്റ്റ് വരും, അങ്ങനെയൊന്നുമല്ല. ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചോദ്യങ്ങൾ ഉണ്ടാകും, ശിക്ഷകൾ ഉണ്ടാകും, പിന്നെ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, നരകം, സ്വർഗം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം വിശ്വാസികൾക്കുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് താങ്കൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ വിശ്വാസം, ഞാനൊരു വിശ്വാസത്തിലും ഇപ്പൊ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് മാത്രം പറഞ്ഞു കേട്ടോ. അതാരും തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഇതൊന്നുമല്ല വരുന്നത്. ആ പെൺകുട്ടിയുടെ ഇഷ്ടമുള്ള രീതി ഡാൻസ് കളിക്കട്ടെ. അവിടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്തിനാ ചേച്ചിക്ക്? ചേച്ചി ഇത് 2026 ചേച്ചി എങ്ങാണ്ട് 1920 കിടക്കുക എങ്ങാണ്ടാണ്.
ഞങ്ങളുടെ 94 വർഷം നിങ്ങൾ പുറകെ കിടക്കുകയാണ്. അതാണ് നിങ്ങളുടെ കുഴപ്പം. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ചേച്ചി പണ്ട് ഡാൻസ് കളിക്കാനും അടിച്ചു പൊളിക്കാനും ഒക്കെ നടന്ന പോലെ ഇപ്പം പ്രായമായിട്ടായിരിക്കും ചിലപ്പോൾ മെച്യൂരിറ്റി ആയത്. അവൾക്ക് അവിടെ പ്രായമൊക്കെ ആകുമ്പോൾ അവളൊന്നും ആയിക്കോളും. നാളെ അവൾ കൊണ്ടുവരുമോ, ക്ലാസ് എടുക്കുമോ, എന്ത് വേണമെങ്കിലുമൊക്കെ ചെയ്യട്ടെ. എൻ്റെ പൊന്നു ചേച്ചി എന്തായാലും കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ 4 വർഷം മുമ്പുള്ള ചേച്ചിയുടെ കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്തപ്പോൾ ആൾക്കാർ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ കണ്ടു. എൻ്റെ പൊന്നോ, മലയാളി പൊളിയല്ലേടാ, മലയാളി പൊളിയല്ലേടാ. അതെനിക്ക് മനസ്സിലായി. മലയാളികൾ പൊളിച്ചടിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളുടെ അഭിപ്രായം ഈ ചേച്ചിയെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എനിക്ക് ഞാനൊരു കാര്യം പറയാം, ഇവർ പല വീഡിയോസുകൾ എടുത്ത് നോക്കുമ്പോൾ ചെറിയ എരിവുമ്പുളിയൊക്കെ ഇച്ചിരി കയറ്റി വിടുന്ന ഇതുണ്ട്. ഒരു ചെറിയൊരു ആൾക്കാർ വർഗീയത എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. നാളെ ഒരു ശശികല ആവാതിരിക്കുക. കാരണം മുസ്ലിംസിനെ കൂടുതലും ഇതുപോലെ ദ്രോഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാനൊരു ഹിന്ദുവായിട്ടുള്ള ഞാൻ വന്നിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. പക്ഷെ നിങ്ങളെ തന്നെ കൊത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അത്ര നല്ലതല്ല. ആ കുട്ടിയുടെ ഇഷ്ടത്തിന് വിട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യോഗ്യത വേണമായിരുന്നു അത് പറയാൻ. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്.